നമുക്കിന്ന് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഈ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/3 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലംസ് ഒന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറുകി വരാനായിട്ട് തുടങ്ങും. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നെയ്യിൽ വറുത്തെടുത്ത് കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്.